അങ്ങനെ നേരം വെളുത്ത് പുതപ്പ് കൈതട്ടി എല്ലാം കൂടി ഒന്ന് തലേൻ്റെ മുകളിൽ വീണേരോ ബോധം പോയ അവസ്ഥയാണ്. തിരുമ്പിയിട്ട് കുറേ ആയി. എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രൈ ക്ലീനിൽ കൊണ്ടു കൊടുക്കണം. രാവിലെ ആയാൽ ഞേണേരിഞ്ഞിങ്ങനെ എണീക്കാനൊരു സുഖമാണ് അല്ലേ. കുറച്ചും കൂടി ഉറങ്ങണം എന്നല്ല മനസ്സിങ്ങനെ തോന്നുക. പക്ഷേ എണീക്കാണ്ട് വയ്യില്ല. കാരണം എണീച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ആദ്യത്തെ പരിപാടി ഇതായി കാണുന്നത് തന്നെ. അനിയൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച നല്ല ബീഫിൻ്റെ കറിയാണ്. ലേശം ബാക്കിയുണ്ട്. ഓൻ എനക്കുള്ള ലേശാടെ വെച്ചിട്ട് ബാക്കി ഓൻ കൂട്ടിയതാണ്. അപ്പോൾ അതും നല്ല പിട്ടുമുണ്ട്. ഓൻ ഉണ്ടാക്കി വെച്ചതാ. എന്തോ ഒരു ഭാഗ്യമാണല്ലേ എനിക്ക്. ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ തന്നെ പിട്ടും കറിയെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒരു അനിയനെ കിട്ടിയല്ലോ. ഓൻ അതും ഉണ്ടാക്കിയിട്ട് അങ്ങ് സ്കൂളിൽ പോയിക്ക് പഠിപ്പിക്കുക. ഞാനിങ്ങനെ എണീച്ച് വന്ന് അത് തിന്നുക. അപ്പോൾ ഈ ബ്രഷ് കണ്ടേരം എനിക്കൊരു ഡൗട്ട്, ഇത് എൻ്റെ തന്നെയാണോ അല്ലേ മറ്റ് വല്ലവരുടെയും ആണോ എന്ന്. കാരണം ഇത്ര നിറം എൻ്റെ ബ്രഷിന് ഇല്ലേനു. ഇതൊരു പുതിയ ബ്രഷ് പോലെ ഉണ്ട്. എങ്ങനെയല്ലോ പല്ല് വെച്ച് ഞാൻ പിട്ട് തിന്നൽ തുടങ്ങി. നല്ലൊരു രുചിയുണ്ട് കേട്ടോ. അനിയൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ലൊരു രുചിയും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ലേശം ഉപ്പിൻ്റെ ഒരു പോരായിക ഉണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം കിടില്ല. പെരുന്നാൾക്ക് കിട്ടിയ ഇറച്ചിയാണ്, അതുകൊണ്ട് ആവോളം തിന്നുക. ഇങ്ങനെ നിങ്ങളെല്ലാം ഇങ്ങനെ ഇറച്ചി തിന്ന് എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല. ഞങ്ങൾക്ക് ലേശമേ കിട്ടിയുള്ളൂ. ഇവിടെ മഹലിലൊന്നും നമ്മളായിക്കില്ല. അപ്പം നമുക്ക് വാടകക്കാരുടെ കണക്കിലുള്ള ഇറച്ചിയേ കിട്ടിയുള്ളൂ. 10,000 റുപ്യമാണ് ഇവിടുത്തെ മഹലിൽ ചേര്. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് ചേരണം. കുറച്ച് കോൺക്രീറ്റ് എല്ലാം ചെയ്തതിനല്ലോ അവിടെ എല്ലാം നനക്കാനുണ്ട്. ഇങ്ങനെ മഴയൊന്നും അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഒരു 3-4 ദിവസം നല്ലോണം നനക്കണം എന്ന് ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ബക്കറ്റിൽ ലേശം ഇങ്ങനെ മുക്കിപ്പാരുന്നുണ്ട്. കാരണം നമുക്ക് കിണറും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ലേശം മുക്കിപ്പാരുക എന്നല്ലാണ്ട് അപ്പാടങ്ങ് തീർത്താലും അടങ്ങാറാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തിരുമ്പുന്ന കല്ല്. ഉഷാറായിട്ടില്ലേ? ഒന്ന് തിരുമ്പാൻ തോന്നില്ലേ കണ്ടിട്ട്. ഉള്ള മുടി കുറച്ച് വലത്തോട്ടും അടുത്തോട്ടെല്ലാം ആക്കി വെച്ച് ഞാനിങ്ങനെ ഒപ്പിക്കുകയാണ്. ഈ കഷണ്ടി മറക്കണമല്ലോ. താടിയാന്നേ അതും നരച്ചിക്ക്. ആകെയുള്ള ലേശം മുടിയാ, അതും അങ്ങനെയായിപ്പോയി. എന്താ ചെയ്യുക? അപ്പോൾ ഇന്നത്തെ പരിപാടികളെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചതാണ്. ആദ്യത്തെ പരിപാടിയാണ് ഈ ചാക്ക് കാണുന്നത്. ഇതെല്ലാം നമുക്കൊരു ലോണ്ടറി കൊണ്ടു കൊടുക്കാനുണ്ട്. മിന്നു പ്രത്യേകം ഏൽപ്പിച്ചതാണ്. പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം നല്ലോണം അലക്കി വൃത്തിയായിട്ട് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമുക്കിതൊക്കെ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞ്. 2-3 നരച്ചങ്ങെത്തിയതെല്ലാം ഉണ്ട്. ഇപ്പം ലോണ്ടറിക്കാരെ മുമ്പിൽ ഞാനങ്ങനെ ഇതും കൊണ്ട് പോകുക എന്നുള്ളത് അതും അറിയാമല്ല. 150 ഉറുപ്പ്യക്ക് വാങ്ങിയ ബെഡ്ഷീറ്റെല്ലാം ഉണ്ട്. ഇത് അലക്കുക 200 ഉറുപ്പ്യ ചിലവാകും. അതൊന്നും അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അലക്കിയിട്ട് അതിങ്ങനെ നല്ലോണം കൊണ്ടാക്കണം, എന്നിട്ട് എന്തെല്ലോ ആക്കണം എന്നല്ല പറഞ്ഞ്. ഓൾ ഉത്തരവിടുന്നത് ചെയ്യാന്നല്ലാണ്ട് ഇല്ലാണ്ട് എനിക്കിവിടെ ചെവിതല നിൽക്കുവാനാകുകയല്ലോ. നമ്മളെല്ലാം അവസ്ഥ ഇതായിപ്പോയില്ലേ. അതുകൊണ്ട് വേഗം ഞാനിതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ. ഇപ്പം ഐറ്റികളോട് എന്തെങ്കിലും തമാശയും പഞ്ചാരയെല്ലാം പറഞ്ഞ് കുങ്കുളൂന്നെല്ലാം ആക്കിയിട്ട് ഒരു പൈസ കുറപ്പിച്ച് വാങ്ങണം. ഇല്ലാണ്ടിപ്പം വയ്യില്ല. ആയിക്കോട്ടെ, എനിക്ക് ലേശം പഞ്ചാര അടിക്കാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് അതും ഇതും പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത്. എല്ലാം ഇപ്പം എന്താക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഇറങ്ങിയാൽ വലത്തെ ഭാഗത്ത് തന്നെയാണ് ലോണ്ടറി വരുന്നത്. ഇതാണ് ലോണ്ടറി അതാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. തരുമോ? അങ്ങനെ സംവിധാനം ഉണ്ടോ ഇവിടെ? ഈ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ പോക്കി തരുമോ? ഒരു 10 കൊല്ലം കൂടി ഇനി ഉപയോഗിക്കണം. കണ്ടില്ലേ? 5 കൊല്ലം മുമ്പ് 150 ഉറുപ്പ്യക്ക് വാങ്ങിയതാ. ആണോ? ഇത് ബെഡ്ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, അലക്കിയിട്ട് നിലത്തിടുവാനുള്ള. ഓള് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. നമ്മളെന്ത് ചെയ്യാ? ഇത് നല്ലതാ. ഒരു നല്ല ഒന്നിലുണ്ടല്ലോ സമാധാനം. മുസല്ല അത് ചെയ്യുവോ? ചെയ്യല്ലേ? 2 ദിവസം ഇത് ഇവിടെ ആയതുകൊണ്ട് 2 ദിവസം ഇനി നിസ്കരിക്കണ്ടല്ലോ. ഇത് കിട്ടിയാലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. രണ്ടാഴ്ചയോ? അതുവരെ ആളെന്ത് ചെയ്യൂ? നിസ്കരിക്കുന്ന മാത്രമല്ല, ഇതിനും കുറച്ച് നിറയുണ്ട്. ഇതാ
ഈറ്റാലെല്ലാം നിങ്ങൾ കണ്ടിണ്ടാവോ? ഇതെല്ലാം പേർഷ്യന്ന് കൊണ്ടുവന്നെയാ, മറ്റേ ലോക്കലൊന്നും അല്ലത്. ഇതൊന്ന് തൊട്ട് നോക്കിയ സ്പോഞ്ച് പോലെ. ഓക്കെ, നിങ്ങളിത് ഒരു പഴയ ഇതും കൊണ്ട് ഒത്തിരിക്കുന്നില്ല. നിങ്ങൾ ഈറ്റ ക്വാളിറ്റി തരുമോ? എന്താ ആണ് ലോറി വിളിക്കേണ്ടി വരുമോ? കൊണ്ടുപോവേ? അത് കണ്ടില്ല. ഓ എന്താ അല്ല, ഇതുണ്ട്. ഇതാ പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റും ഇതിവിടെ നിലത്ത് വെച്ച. ഇല്ല ഇല്ല, ഞാൻ തെളിവിനെടുത്തതാ. ഇവിടെ എന്തെല്ലാം തന്നെന്നുള്ള നിങ്ങളെടുത്തിട്ടൊന്നുമില്ല, ഞാൻ എന്റെതാ എടുത്തത്. പിന്നെ ഇതുണ്ട്. അല്ല അത് ശരിയാ. ഓക്കെ, ഈ പഴയതെല്ലാം ജസ്റ്റ് ഒന്ന് അലക്കിയാൽ മതി. അതിനൊരു 10-20 ഉറുപ്പ്യക്കുള്ള അലക്ക് മതി ഇതിനൊക്കെ. അങ്ങനെയില്ല. അല്ല, നിങ്ങൾ ഇത് 100-ന് അതിനാകെ 150 ഉറുപ്പ്യ അതിനുള്ളൂ വില. ഇപ്പൊ 100 ഉറുപ്പ്യ നിങ്ങൾ അലക്കി നമുക്ക് മുതലാവോ? എന്നാലും ഒരു കരാറടിസ്ഥാനത്തിൽ 4 തന്നെയല്ലേ? സ്മോളിൽ കൂട്ടണ്ട, അത് ലോക്കൽ വാഷ് നാറ്റ് അടിച്ചോ? പായല്ല, മുസല്ല. മുസല്ല ഞങ്ങൾക്ക് ആരും ആ പേര് ഇതുവരെ പറഞ്ഞില്ല. മുസല്ല 2 അത് ഫ്രീ ആണോ? പഠിച്ചോന് വേണ്ടിയുള്ളതാ. അതെങ്കിലും നിങ്ങളൊന്ന് എന്ത് പൈസയായത്? ഇഷ്ടം പോലെ കവറുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ കവറിലേറ്റ് 2 കവർ എടുത്തോട്ടെ. അരി വാങ്ങാൻ 2 കവർ എടുക്കട്ടെ. ആ, റേഷൻ പീടികയിലേക്ക് ഇത് പറ്റുവേനു. എന്താ ഇതെടുക്കരുത്? അല്ലോ, എൻ്റെ ഇതെന്താ കള്ള അതൊക്കെ കാരണം ഞാൻ എന്താ അടിച്ചു മാറ്റാൻ കാര്യമില്ല. ഇവിടെ എന്തെന്നാ അതിന് നിധിയുണ്ടോ? നിങ്ങൾ എടുക്കുന്നില്ല, എന്നെ എടുക്കുന്നത്, എൻ്റെ തല. ആ, ഇത് ഇത് രേഖേച്ചി നഴ്സറി കുട്ടികളെ കംപ്ലൈൻറ്റ് പറയില്ല. രേഖേച്ചിയാ വീഡിയോ എടുക്കുന്നതെന്നല്ല, ഇതിനെല്ലാം എവിടുന്ന് കിട്ടി? ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് ഇവരെല്ലാം നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂമാണ് കേട്ടോ ഇത്. ലുത്താഫ എന്നാറ്റം പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലായത്. നാദാപുരംകാര വക കിട്ടിയതാണ് കേട്ടോ. എല്ലാവരും നാദാപുരംകാര പൊളിയല്ലേ, ലക്ഷറി സാധനങ്ങളെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിങ്ങനെ അടിക്കുന്ന ഞാൻ നല്ലൊരു സുഗന്ധമാണിത്. ഇത് ഒരു സഭയിൽ പോകാനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു സ്പ്രേ ആണ് കേട്ടോ ഇത്. അവിടുന്ന് ഞാൻ നേരെ പോയത് ഈ കപ്പിൾസിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വാലിഹ് ബ്രോയും വൈഫും ആണ്. സ്വാലിഹ് ബ്രോയ്ക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വൈഫിന് ആ വെള്ളപ്പാണ്ടിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓലെ ഇങ്ങനെ കുറേ ആയതിനും കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നത്. നമ്മളെ മടവൂർ തന്നെയാണ് ഇവർ, അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഓലിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരേ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെ പോകുന്ന ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ലിങ്ക് ഇതിൽ കൊടുക്കുക. നിങ്ങൾ പറ്റുന്നവരൊക്കെ അതിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല വീഡിയോസൊക്കെ ഇനി ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ കണ്ടത് ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു സന്തോഷം കൂടുതലായിട്ടോ. ചായ എടുക്കട്ടെ എന്ന് കുറേ പറഞ്ഞ്, പക്ഷേ എനിക്ക് ചായ കുടിക്കുവാനുള്ള വയറ്റ് സ്ഥലമില്ല. അടിച്ച് കയറ്റലല്ലേ രാവിലെ തന്നെ പുട്ടും ബീഫും എല്ലാം കാറ്റിയേ. അതുകൊണ്ട് ഓലിക്കൊരു വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം തന്നേക്കെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം കുടിച്ചതാണ്. ഏറ്റവും നല്ലത് ഇത് തന്നെ. ഈ കലക്കിയ വെള്ളം കുറേ പഞ്ചാര ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കുമ്പ വലുതായി തടി കൂടുന്നതിനേക്കാട്ടും നല്ല പച്ചവെള്ളം ലേശം കുടിക്കുന്നതല്ലേ അല്ലേ, എന്തെങ്കിലും തന്നെന്നുള്ളൊരു ഫീൽ ഓലിക്കും ഉണ്ടാവും, നമുക്ക് കുടിച്ച് എന്നുള്ളൊരു ഫീൽ നമുക്കും ഉണ്ടാവും. അടുത്തത് അഷ്റഫ് ഖാനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ കൂടെ റഫീഖ് ബ്രോയും ഉണ്ട് കേട്ടോ. മൂപ്പരെയും കൂട്ടിയതാണ്. ചെറിയൊരു വീഡിയോസൊക്കെ ഇവിടുന്ന് എടുക്കേണ്ടതുണ്ട്. ഇതും നമ്മുടെ മക്കാമിൻ്റെ അടുത്താണ്, CM മക്കാമിൻ്റെ അടുത്ത് തന്നെയാണ് മടവൂർ. 25 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫ് ഖാ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് അരക്ക് തായോട്ട് ചലനശേഷിയില്ല. മൂപ്പരുണ്ടാക്കിയ കൊടകളാണ് കേട്ടോ നിങ്ങളീ കാണുന്ന ഇത്രയും കൊടകൾ മൂപ്പരുണ്ടാക്കിയതാണ്. അതും ഈ കിടന്നുകൊണ്ട്. എന്തൊക്കെ വെറൈറ്റി കൊടകളാണെന്നറിയോ? വെറും കറുപ്പ് മാത്രമൊന്നുമല്ല, പ്രിൻ്റഡ് ആയിക്കോട്ടെ, ചെറിയ മക്കളതായിക്കോട്ടെ, വിസിലുള്ളത്, അങ്ങനെ ഒരുപാട് മോഡലുണ്ട്. കൊട വേണ്ട ആൾക്കാർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കിട്ടോ. മൂപ്പരിക്കൊരു ആശ്വാസമാണ്.
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എത്ര മടിയന്മാരല്ലേ. മൂപ്പരൊക്കെ പൂവിട്ട് പൂജിക്കണം. കാരണം അത്രയും ഈ കിടന്നിട്ട് പോലും മൂപ്പരുടെ കൈവിരലുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുടുംബം പുലർത്താൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ വാക്കുകളില്ല കേട്ടോ. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം തളരുന്നവരാണ് നിങ്ങൾ എങ്കിൽ അഷ്റഫ്ക്കൊക്കെ നിങ്ങൾക്കുള്ള ഒരു മാതൃകയാണ് കേട്ടോ. മഴയൊക്കെ ഇതാ കനക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ മഴക്കാലമൊന്നും പൂർവാധികം ശക്തിയിലൊന്നും വന്നില്ല, ചെറുങ്ങനെ വന്നും പോയേ ഉള്ളൂ. പക്ഷേ ഈ മാസം ഒരു 15 കഴിയുമ്പോഴേക്ക് മഴ കനക്കോ ഇല്ലേ? നിങ്ങൾ നോക്കിയോ, കുട നിർബന്ധമല്ലേ നമുക്ക്? മക്കൾക്കായാലും നമുക്കായാലും വീട്ടിൽ ഒരു കുടയെങ്കിലും നമുക്ക് എന്തായാലും വേണ്ടേ? ആ വാങ്ങുന്നത് അഷ്റഫ് ഖാനോട് തന്നെ വാങ്ങിയാൽ ഒരു വലിയൊരു ആശ്വാസമാവും കേട്ടോ മൂപ്പർക്ക്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങണം കേട്ടോ. ഓക്കെ, ഇതൊരു അപേക്ഷയും കൂടിയിട്ടാണ്. കാരണം ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, പുള്ളി ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുക എന്നല്ല, ഒരുപാട്, അതായത് ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്കുള്ള പണി അന്നേരം തൊട്ട് മെല്ലെ മെല്ലെ തുടങ്ങും. ഈ സീസണിലുള്ള കച്ചവടം മാത്രമല്ലേ കുടക്കുണ്ടാവും. മഴക്കാലം കഴിഞ്ഞാൽ ആരെങ്കിലും കുട വാങ്ങുമോ? അപ്പോൾ ഈ ഒരു സീസണിൽ കിട്ടുന്ന കച്ചവടം കൊണ്ട് വേണം മൂപ്പരിക്ക് ആ കൊല്ലം മൊത്തം ആ പൈസ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കഴിയാൻ കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാവരും കുട വാങ്ങണമെന്ന് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അഷ്റഫ് ഖാനെയും കണ്ടാടുന്നിറങ്ങി ഞാൻ നേരെ മിന്നുവിൻ്റെ അടുത്ത് പോയി. അന്ന് ഓളൊരു പല്ല് പറിച്ചിനല്ലോ, അതിൻ്റെ തുന്നെടുക്കേണ്ട ദിവസം ഇന്നാ. ഒരു സാധുവിൻ്റെ തൊട്ട് ഒരു പാവത്തിൻ്റെ തൊട്ട് ഇരിക്കുന്നുണ്ടോ. പല്ലിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഇവളെന്തോ ഒരു വിഷമിച്ചാൽ നിൽക്കും. അപ്പം ഡോക്ടർക്ക് ഒരു സഹതാപം തോന്നുമല്ലോ, പാവം എന്ന് വിചാരിച്ചിട്ട് ടിപ്പോക്കിന് റൂട്ട് കനാൽ ചെയ്യണം, അതിൻ്റെ ഏരിയത്തുള്ളൊരു പല്ലും കേട് വന്ന് നിൽക്കുന്നെല്ലാം പറഞ്ഞാൽ ഇവൾ ബേജാറായിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തതിൽ ഇവളെ ബോധം പോയി. എന്നിട്ട് എന്ത് ചെയ്യാനത് ചെയ്തിട്ടില്ല. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പല്ല് കേടാന്ന് പറഞ്ഞിട്ട് പ്രശ്നമായിരിക്കും ഇല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് അന്ന് പല്ല് പറിച്ചേരോ ലേശം വേദനയായി പോയിക്ക്, എന്തോ തെരുത്തിക്കില്ല. അതുകൊണ്ട് ഇനി ഇവൾ വിചാരിക്കുന്ന ഇനി ഇഞ്ചക്ഷൻ ഒന്നും തെരുക്കൂലെന്നാ. എന്താ ചെയ്യുക? പെയിൻറ്റിങ് പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, മിന്നുവിൻ്റെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അപ്പോൾ അതിങ്ങനെ റോളർ കെട്ടിയിട്ട് ഇതാക്കുവാനായിട്ടാന്ന് തോന്നുട്ടോ. അപ്പോൾ അതും വാങ്ങി ഇനി നേരെ പെയിൻറ്റ് വാങ്ങാൻ പോകണം. പെയിൻറ്റ് കടയിലുള്ള അവസ്ഥയാണിത്. ഏത് കളർ ചൂസ് ചെയ്യുമെന്ന് ഒരു കോലം കൊണ്ട് മനസ്സിലാകുന്നില്ല. പച്ചയും ചുവപ്പും ആക്കണോ, അല്ലെ വെള്ളയും മഞ്ഞയാക്കണോ, ജമന്ത കളറാക്കണോ, അല്ലെങ്കിൽ വയലറ്റ് കളറാക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിട്ട് അവസാനം ഞാൻ ചെറുപയറിൻ്റെ കളറ്, എന്തായാലും നമ്മൾ പുരയിലെല്ലാം ഇപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും ചെറുപയറും അല്ലേ കോമ്പിനേഷൻ. അതുകൊണ്ട് ചെറുപയർ കളറും മുകളിൽ ഷെയ്ഡിന് വൈറ്റും ആക്കാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ഒരു പച്ചപ്പായിക്കോട്ടെ, ഒരു ചെറുപയർ മോഡൽ പുരയായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അത് സെലക്ട് ചെയ്യുമ്പോൾ അപ്പുറമുള്ള ചങ്ങായി പറഞ്ഞത് അതായിട്ടാ പോരാലോ മോനെ, അത് അത്ര ഒരു മജ ഇല്ലാലോ എന്ന്. അപ്പോൾ ഞാൻ പിന്നെയും കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. ഇതാണ് കേട്ടോ മജയില്ല എന്ന് പറഞ്ഞ ചങ്ങായി, റഫീഖ് നരിക്കുനി. കണ്ണട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ആളൊരു മാന്യനാണ്. വിവിധ തരത്തിലുള്ള പെയിൻറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. അവസാനം നമ്മൾ സെലക്ട് ചെയ്തത് ഈ 2 സാധനമാണ് കേട്ടോ. അടിച്ചാൽ അങ്ങനെ ഉണ്ടാകുന്നൊന്നും അറിയില്ല, ഈ 2 കളറ്. ഓക്കെ, നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് പെയിൻറ്റിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ബില്ല് ഇതുവരെ കിട്ടിയില്ല, എൻ്റെ നെഞ്ഞിങ്ങനെ പടക്കുന്നുണ്ട്. സാധനം എഴുതിയിട്ട് കാറ്റ് വെച്ചിട്ട് ബില്ലിപ്പോൾ എത്ര ആകുന്നു, എന്തായാലും ഒരു 6 റുപ്യൊക്കെ ആവുള്ളൂ. അതിനുള്ള ഐറ്റംസ് അല്ലേ ഉള്ളൂ. ഉള്ളിൽ മൊത്തം വെള്ള പെയിൻ്റാണ് അടിക്കുന്നത്. പിന്നെ പുറത്ത് മാത്രം ഒരു കളർ എന്നല്ലല്ലോ. ഒരു കാര്യം മറന്നുപോയി, ഇത് റഫീഖിൻ്റെ ഉറ്റ സുഹൃത്താണ് കേട്ടോ. മൂപ്പര നിസ്കാരത്തായമ്പെല്ലാം കണ്ടില്ലേ, നല്ല ഈമാനുള്ളൊരു ചെറുപ്പക്കാരൻ, മാഷാ അല്ലാ. 6000 ഉറുപ്പ്യ ആവുമെന്ന് വിചാരിച്ച ഞാൻ ബില്ല് കണ്ട് ബോധം പോയി. മൊത്തം 17,000 ഉറുപ്പ്യ. റഫീഖ് പോയി എനിക്കൊരു 10,000 ഉറുപ്പ്യ തരുവാനുണ്ടായിരുന്നു. ആ പൈസ കണക്കാക്കിയിട്ടാണ് ഞാൻ പെയിൻ്റ് എടുക്കാൻ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 10,000 ഉറുപ്പ്യ മൂപ്പർ തരുവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 6,000 ഉറുപ്പ്യ പെയിൻറ്റിന് കഴിച്ച് ബാക്കി 4,000 ഉറുപ്പ്യ പണിക്കൂലിയും കൂടി കിട്ടുമെന്ന് വിചാരിച്ചതിന്. ഇതിപ്പോൾ പെയിൻറ്റിനായ പൈസ 17,500. ബാക്കിയായി ഇപ്പം അങ്ങോട്ട് കൊടുക്കണം. കിട്ടുമ്പോൾ തരും കേട്ടോ, കിട്ടുമ്പോൾ തരും. ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ട് നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നിരുന്നു. വണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊടുവള്ളി റോഡിലുള്ള കടയാണ്. വിവിധ തരത്തിലുള്ള പെയിൻറ്റുകൾ ഇവിടെ ഉണ്ട്. കിട്ടുമ്പോൾ തരൂ. അത് എൻ്റെ പൈസക്ക് വിലയില്ലെന്നാ. അല്ല ഞാനിപ്പോ പൈസ ഇപ്പൊ കടയില്ലേ, പെൻഡിങ് ആയില്ലേ. അല്ല അതല്ല കോമഡി, ഞാൻ പറഞ്ഞു പൈസ ആയിട്ട് ഇത് ഇവിടുന്ന് റെഡി ആക്കിയില്ലേ 10 റുപ്യ അയച്ചു തരാൻ തന്നെ. 10 അയച്ചു തന്നിട്ടുണ്ട് ഞാൻ കൊടുങ്ങുവേനും. ഇപ്പോൾ 7,500 ഇങ്ങോട്ട് കടം ചോദിക്കണ്ട്. ഇതെനക്കല്ല മുഖയെല്ലാം മാറി. ഇത്രയും നേരം എന്തോ വിഷമത്തിലേനു, ഇപ്പൊ ഞാനായി വിഷമത്തിൽ. പടച്ചവന്റെ കളിയുണ്ടല്ലേ, ഒരു നിമിഷം കൊണ്ടല്ലേ എന്നെ കടക്കാരനാക്കിയ. ഇതുവരെ മൂപ്പറയിന് എനക്ക് പൈസ തരുവാനുള്ള, ഇപ്പൊ നേരെ തിരിച്ചായി കളഞ്ഞു. എന്താ ചെയ്യാ, കിട്ടുമ്പോ തരും, ബേജാറാണ്ട. ആയിക്കോട്ടെ, എന്ത് ചെയ്യണം. ഒന്നുമില്ല.
അങ്ങനെ കറക്കെല്ലാം കഴിഞ്ഞ് പെയിൻ്റെല്ലാം എടുത്ത് പുരയിലെത്തി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അനിയൻ നല്ല ഒരു അടിപൊളി ബീഫ് കൊണ്ട് എന്തോ ഒരൊലത്തിയ പോലത്തെ ഒരു സാധനം, എന്തായാലും നല്ല കളറുണ്ട്. ഒരു പീസ് എടുത്തൊന്ന് തിന്നു നോക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു പീസ് എടുത്ത്, കുറേ ഉള്ളിയും എല്ലാം ചിലവാക്കിയിന് എന്നുള്ള ഷുവറാണ്. വറ്റിച്ചെന്തോ വെച്ചതാണ്. ഇനിയിപ്പോൾ എന്തെന്നാലും പേര് എന്നുള്ള ഓനോട് തന്നെ ചോദിക്കണം. എന്തായാലും അൽഹംദുലില്ലാ ഓൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഹൈറ് തന്നെ അല്ലേ. നല്ലൊരു വെറൈറ്റി സാധനം. ഇത് നിങ്ങൾ കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത്? ബീഫ് ഫ്രൈ ആണോ അല്ലെ ബീഫ് ചട്ടിയിലിട്ട് പുഴുങ്ങിയെടുത്തതാണെന്നോ എന്തെന്നാണ് ഇനി പറയുക. എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തരക്കേടില്ല. വാ, ഒന്നാം തരമായിരിക്കുന്നു, ഗംഭീരം. നല്ല എരിവൊക്കെ പാകത്തിന്, എരിവും മധുരവും ഒക്കെ പാകത്തിനുള്ള നല്ലൊരു ബീഫ് എന്തോ ആക്കിയത്. വാവക്കൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി കോഴിക്കോട് വരേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് വന്നേരാണ് നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന കടയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഇവിടെ വരാത്തവരൊന്നും ഉണ്ടാകുകയല്ല. 80 ഉറുപ്പ്യക്ക് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും ബീഫ് കറിയും അതുപോലെ ഒരുപാട് വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാവും. മജീദ് ഖാൻ്റെ ചായക്കട സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഇവരുടെ ഈ ഷോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഓലിക്ക് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന പോലാണ് അങ്ങനെ ഒരു കമ്പനി ആക്കി. അന്നേരമാണ് ഈ മൂപ്പർ ഒരു ലക്ഷദ്വീപിലേക്ക് പോരുന്നോ എന്നൊക്കെ ചോദിച്ചേ. മാഷാ അല്ലാ, ലക്ഷദ്വീപിലേക്ക് ചിലപ്പോൾ ഞങ്ങൾ വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ മജീദ് ഖാൻ്റെ ചായക്കടയിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. ഫുഡും കഴിച്ച് വേഗം ആടുന്ന്